ദൈവത്തിന് മഹത്വം. ഒരിക്കൽ കൂടെ ക്രിസ്തുവിൽ ഏവർക്കും സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് നാം ഉൽപ്രാപണത്തെക്കുറിച്ച് ചിന്തിച്ചു വരുന്നുണ്ട്. വിവിധ നിലകളിൽ നമുക്ക് പുനരുത്ഥാനത്തോടുള്ള ബന്ധത്തിൽ കാണുവാനായിട്ട് സാധിക്കും. യഹൂദ ജാതിയുടെ പുനരുത്ഥാനത്തെക്കുറിച്ച് തിരുവചനം വ്യക്തമാക്കുന്നുണ്ട്. അത് ചില കാര്യങ്ങൾ നമുക്ക് ഇന്ന് അതിനോടുള്ള ബന്ധത്തിൽ ചിന്തിക്കാം. എഹെസ്കേൽ പ്രവചനം 37:12-13 വാക്യങ്ങളിൽ ഇപ്രകാരം നമ്മൾ കാണുന്നു: അതുകൊണ്ട് നീ പ്രവചിച്ച് അവരോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, എന്റെ ജനമേ, ഞാൻ നിങ്ങളുടെ ശവക്കുഴി തുറന്ന് നിങ്ങളെ ശവക്കുഴിയിൽ നിന്ന് കയറ്റി ഇസ്രായേൽ ദേശത്തേക്ക് കൊണ്ടുപോകും. ഇത് ഇപ്രകാരം പറയുമ്പോൾ അത് ഒരു അലങ്കാര ഭാഷയിൽ ഇസ്രായേലിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതായ ഭാഗമാണ്. വീണ്ടും അതിന്റെ 13-ാമത്തെ വാക്യത്തിൽ, അങ്ങനെ എന്റെ ജനമേ, ഞാൻ നിങ്ങളുടെ ശവക്കുഴി തുറന്ന് നിങ്ങളെ ശവക്കുഴിയിൽ നിന്ന് കയറ്റുമ്പോൾ ഞാൻ യഹോവയെന്ന് നിങ്ങൾ അറിയും. ഏതാണ്ട് AD 70 യെരുശലേമിന്റെ നാശത്തോടുകൂടി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ചിതറിപ്പോയ യഹൂദന് 1948 മുതൽ ഒരു രാഷ്ട്രം ഉണ്ടാക്കുവാനായിട്ട് കഴിഞ്ഞിരിക്കുന്ന ചരിത്രം നമുക്ക് യഹൂദനോടുള്ള ബന്ധത്തിൽ കാണുവാനായിട്ട് സാധിക്കും. ഭൂമിയിൽ ക്രിസ്തുവിന്റെ രണ്ടാം വരവിങ്കൽ ഇസ്രായേൽ ഗ്രഹം മുഴുവനും കൂട്ടിച്ചേർക്കും വരെ ഈ പ്രവചനം നിറവേറിക്കൊണ്ടിരിക്കും. എന്നാൽ സഹസ്രാബ്ദ വാഴ്ച വരെ ഈ പ്രവചനം പൂർണ്ണമായി നിറവേറുകയില്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. അത് എഹെസ്കേൽ പ്രവചനം 34:11-31 വരെയും 36:1-38 വരെയും 37:1-28 വരെയും ഉള്ളതായ ഭാഗങ്ങൾ നമ്മൾ ചേർത്ത് പഠിക്കുമ്പോൾ ഈ പ്രവചനങ്ങളെല്ലാം ഭാവിയിൽ നിവർത്തിക്കപ്പെടുവാനായിട്ടായിരിക്കുകയാണ്. യെശയ്യാ പ്രവചനം 11:11 രണ്ടാമത് ഒരിക്കൽ കൂടി കൂട്ടിച്ചേർക്കും എന്ന് അവിടെ വ്യക്തമായി പറയുന്നു. ഇതിന് അർത്ഥം ഇതിനു മുൻപ് ഒരിക്കൽ കൂട്ടിച്ചേർത്തിട്ടുണ്ട് എന്നതാണ്. അത് എന്നായിരുന്നു എന്നതാണ്. ബാബിലോന്യ അടിമത്തത്തിന് ശേഷം എസ്ര, നെഹമ്യാവ്, ഹഗ്ഗായി, സെഖര്യാവ്, മലാക്കി തുടങ്ങിയവർ ഈ കാര്യങ്ങൾ അവരുടെ പ്രവചനത്തിൽ വളരെ കൃത്യമായി പ്രവചിച്ചിട്ടുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ടും സാധിക്കും. അപ്രകാരം ഒന്നാമത്തെ കൂട്ടിച്ചേർക്കലിൽ അവർ വലിയ കൂട്ടങ്ങളായി മടങ്ങി വരികയും അങ്ങനെ ക്രിസ്തുവിന്റെ കാലത്ത് വീണ്ടും ഒരു വലിയ ജാതിയായി തീരുകയും ചെയ്തതായും നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. 600 വർഷങ്ങൾക്ക് മുൻപ് നെബൂഖദ്നേസറിന്റെ കാലത്തേതേ പോലെ റോമാക്കാർ അവരെ കീഴടക്കുകയും ദൈവാലയവും അതേപോലെ നഗരവും അവർ പൂർണ്ണമായി നശിപ്പിക്കുകയും ചെയ്യുമെന്ന് ക്രിസ്തു തുടർന്ന് പ്രവചിച്ചതും നമുക്ക് കാണാവുന്നതാണ്. പ്രത്യേകിച്ച് മത്തായിയുടെ സുവിശേഷം 23:37-39 വരെയും ലൂക്കോസിന്റെ സുവിശേഷം 21:20-24 വരെയുള്ള ഭാഗങ്ങൾ അത് വെളിപ്പെടുത്തുന്നുണ്ട്. ഇപ്രകാരം AD 70 റോമാക്കാർ അവരെ അടിമകളാക്കുകയും രണ്ടാമതും അവർ വിവിധ ഭാഗങ്ങളിലേക്ക് ചിതറിപ്പോകുവാനായിട്ടുള്ള ഇടയായ സംഭവം യഹൂദന്റെ ചരിത്രത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് കാണാം. ഈ ചിതറലിന് ശേഷം ദൈവം അവരെ ഇതേവരെ കൂട്ടിച്ചേർത്തിട്ടില്ല. എന്നാൽ ഭാവിയിൽ അത് സംഭവിക്കും. അങ്ങനെ രണ്ടാം പ്രാവശ്യം ഒന്നിച്ച് അവര് ചേർക്കപ്പെടുകയും തുടർന്ന് മശിഹ എന്നേക്കും രാജ്യം ഭരിക്കുകയും ചെയ്യും എന്നതാണ് യഹൂദനോടുള്ള അവന്റെ പുനരുത്ഥാനത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഇതിന് ദൈവവചനം പഠിക്കുമ്പോൾ യെശയ്യാവ്, യിരെമ്യാവ് തുടങ്ങിയ പ്രവചനങ്ങളൊക്കെ ചേർത്ത് പഠിക്കുമ്പോൾ ഏതാണ്ട് 35-ലധികം തെളിവുകൾ നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. യെശയ്യാവ് 11:12 തുടങ്ങിയ വാക്യങ്ങളിൽ അത് വളരെ വ്യക്തമായിട്ട് അവരെ രണ്ടാമതും കൂട്ടിച്ചേർക്കുന്നതിനെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. അപ്പോൾ തന്നെ 27:12-13 വാക്യങ്ങളിൽ നിങ്ങളെ ഓരോരുത്തരായി പെറുക്കിയെടുക്കുകയും നിങ്ങൾ യെരുശലേമിലെ വിശുദ്ധ പർവ്വതത്തിൽ
യഹോവയെ നമസ്കരിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞിരിക്കുന്നത് കാണാം. കൂടാതെ യെശയ്യാ തന്നെ 43:5-7 വാക്യങ്ങളില് ഞാൻ നിന്റെ സന്തതിയെ കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും വടക്ക് നിന്നും തെക്ക് നിന്നും കൊണ്ടുവരും എന്ന് വ്യക്തമായി അവിടെയും പറയുന്നുണ്ട്. കൂടാതെ അതിന്റെ 14:1 യഹോവ ഇസ്രായേലിനെയും യാക്കോബിനെയും വീണ്ടും തിരഞ്ഞെടുത്ത് സ്വദേശത്തേക്ക് അവരെ പാർപ്പിക്കും തുടങ്ങിയ പ്രവചനങ്ങൾ. അതേപോലെ യെശയ്യാ 60:9 പറയുന്നു, എന്റെ മക്കളെ ദൂരത്ത് നിന്ന് കൊണ്ടുവരും എന്ന് പറയുകയാണ്. വീണ്ടും 66:20 അവർ നിങ്ങളുടെ സഹോദരന്മാരെ ഒക്കെയും എന്റെ വിശുദ്ധ പർവ്വതമായ യെരൂശലേമിലേക്ക് കൊണ്ടുവരും എന്ന് അവിടെയും വ്യക്തമായി പറയുന്നു. യിരെമ്യാ പ്രവാചകൻ പറയുമ്പോൾ അതിന്റെ 24:5-7 വരെയുള്ള വാക്യങ്ങളിൽ ഞാൻ അവരെ ഈ ദേശത്തേക്ക് വീണ്ടും കൊണ്ടുവരും, ഞാൻ അവരെ പണിയും, അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രവചിച്ചിരിക്കുകയാണ്. സമയത്തിന്റെ പരിമിതി മൂലം ആ മുഴുവൻ വാക്യങ്ങൾ ഉദ്ധരിക്കുവാൻ ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ ഏതാണ്ട് 35-ലധികം പ്രാവശ്യം ഈ യഹൂദ ജാതിയുടെ പുനരുത്ഥാനത്തെ കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അത് നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോഴല്ല, സഹസ്രാബ്ദത്തിലാണ്, സഹസ്രാബ്ദ വാഴ്ചയോടുള്ള ബന്ധത്തിലാണ് യഹൂദന്റെ ആ പുനരുത്ഥാനം നടക്കുന്നത്. അങ്ങനെ പുനരുത്ഥാനത്തോടുള്ള ബന്ധത്തിൽ വിവിധ നിലകളിൽ നമുക്ക് ദൈവവചനം പഠിക്കുമ്പോൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കാവുന്നതാണ്. എന്നാൽ ദൈവമക്കളുടെ പുനരുത്ഥാനം കർത്താവിന്റെ രണ്ടാം വരവിൽ, അതേ കർത്താവ് വരുമ്പോൾ തന്റെ സഭയെ കൂട്ടിച്ചേർക്കുന്ന കാര്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അല്പമായി നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. അതെ, നമ്മുടെ പുനരുത്ഥാനത്തിന്റെയും നാളുകൾ അടുത്തു വരുന്നു. അതിനായി വീണ്ടും നമുക്ക് വളരെ ആ ദൈവവചന അടിസ്ഥാനത്തിൽ മുൻപോട്ട് നീങ്ങുവാൻ കർത്താവ് കൃപ തരട്ടെ. എന്തു തന്നെയായിരുന്നാലും ഒരു കാര്യം വ്യക്തമാണ്, ഈ നാളുകളിലൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന യഹൂദനോടുള്ള ബന്ധത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊന്നും യാദൃച്ഛികമല്ല എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. അതേ, ദൈവവചനത്തിൽ നമുക്ക് മുന്നേറാം. അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രാണനായക നിന്നെ കാണാനാശയേറുന്നേ, സ്വർഗവാസമോർക്കുമ്പോൾ പ്രിയൻ ചാരയെത്തുമ്പോൾ ആനന്ദം പരമാനന്ദം പ്രഭു. എന്നുമേഘെ വന്നിടും എന്റെ പ്രാണനായക നിന്നെ കാണാനാശയേറുന്നേ, സ്വർഗവാസമോർക്കുമ്പോൾ പ്രിയൻ ചാരയെത്തുമ്പോൾ ആനന്ദം പരമാനന്ദം പ്രഭു. പാടിത്തളർന്നീടിലും തന്റെ കാന്ത എത്ര സുന്ദരി, കേദാര കൂടാരങ്ങളെ സോളമൻ തീരശിലകളെ വെല്ലുന്നതാം ശോഭയുള്ളവൾ. ലോകവേലേറ്റതാം പാടിത്തളർന്നീടിലും തന്റെ കാന്ത എത്ര സുന്ദരി, കേദാര കൂടാരങ്ങളെ സോളമൻ തീരശിലകളെ വെല്ലുന്നതാം ശോഭയുള്ളവൾ. താഴ്വരയിൻ താമര മുള്ളുകൾക്കിടയിൽ വസിക്കും കാന്തയോ, കൊടികൾ എന്റെ സൈന്യം പോൽ സൂര്യചന്ദ്രശോഭ പോൽ മോഹിനിയാം കാന്തയെ ചേർപ്പാൻ.